നമസ്കാരം, എല്ലാവർക്കും റീസ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുല്ലപ്പെരിയാറിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായതിന് ശേഷം മുല്ലപ്പെരിയാറിൻ്റെ ന്യൂസുകളെല്ലാം ചർച്ചകളെല്ലാം വീണ്ടും സജീവമായിരിക്കുകയാണ്. അതുകൊണ്ട് മുല്ലപ്പെരിയാർ എന്ന വിഷയം ഇപ്പോൾ ലൈവ് ലൈറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ മുല്ലപ്പെരിയാറിനെ കുറിച്ചൊരു ചോദ്യം നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ച് വയ്ക്കുക. വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നതൊക്കെ എഴുതിയിട്ട് തന്നെ വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. കേരളത്തിലെ ആദ്യത്തെ ഡാമാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. കേരളത്തിലെ ആദ്യ ഡാം മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. പെരിയാർ നദിയിലാണ് മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരിമേട് താലൂക്കാണ്. പീരിമേട് താലൂക്ക്, പഞ്ചായത്ത് കുമളി പഞ്ചായത്തിലെ പീരുമേട് താലൂക്കിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അഥവാ പീരുമേട് താലൂക്കിലെ കുമളി പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ നിർമ്മാണം ആരംഭിച്ച വർഷം 1887 മുല്ലപ്പെരിയാർ നിർമ്മാണം ആരംഭിച്ചത്. മുല്ലപ്പെരിയാർ ഡാം പണി പൂർത്തിയാക്കിയ വർഷം 1895. 1895 മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പണി പൂർത്തിയായത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പി ജോൺ പെന്നിക്യൂക്കാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പി. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് വെൻലോക്ക് പ്രഭുവാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് വെൻലോക്ക് പ്രഭു. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന മിശ്രിതം സുർക്കി മിശ്രിതമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന മിശ്രിതം സുർക്കി മിശ്രിതം. മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ കരാർ പെരിയാർ ലീസ് എഗ്രിമെൻ്റ് ആണ്. മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ കരാറാണ് പെരിയാർ ലീസ് എഗ്രിമെൻ്റ്. പെരിയാർ ലീസ് എഗ്രിമെൻ്റ് ഒപ്പുവെച്ച വർഷം 1886 ഒക്ടോബർ 29. അന്ന് 999 വർഷത്തേക്കാണ് ഈ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത്. പെരിയാർ ലീസ് എഗ്രിമെൻ്റ് 1886 ഒക്ടോബർ 29 ഒപ്പുവെച്ചത്. ദെൻ പെരിയാർ ലീസ് എഗ്രിമെൻ്റ് ഒപ്പുവെച്ചത് തിരുവിതാംകൂർ ദിവാനായ പി രാമയ്യങ്കാറും മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറിയായ ജെ.സി. ഹാനിങ്ടണും തമ്മിലാണ്. തിരുവിതാംകൂർ ദിവാനായ വി രാമയ്യങ്കാറും മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറിയായ ജെ.സി. ഹാനിങ്ടണും തമ്മിലാണ് പെരിയാർ ലീസ് എഗ്രിമെൻ്റ് ഒപ്പുവെച്ചത്. പെരിയാർ ലീസ് എഗ്രിമെൻ്റ് ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ് പെരിയാർ ലീസ് എഗ്രിമെൻ്റ് ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവ്. ദെൻ പെരിയാർ ലീസ് എഗ്രിമെൻ്റ് പുതുക്കിയ വർഷം 1970. പെരിയാർ ലീസ് എഗ്രിമെൻ്റ് 1970 പുതുക്കി നൽകിയ കേരള മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ്. അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സി അച്യുതമേനോനാണ് പെരിയാർ ലീസ് എഗ്രിമെൻ്റ് 1970 പുതുക്കിയത്. മുല്ലപ്പെരിയാർ തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാടും കേരളവുമാണ്. മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിച്ചു വയ്ക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ട് വൈഗ അണക്കെട്ടാണ്. മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിച്ചു വയ്ക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ടാണ് വൈഗ അണക്കെട്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സുരക്ഷയെക്കുറിച്ച് പഠിക്കാനായി സുപ്രീം കോടതി നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ ജസ്റ്റിസ് എ.എസ്. ആനന്ദാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സുരക്ഷയെക്കുറിച്ച് പഠിക്കാനായി സുപ്രീം കോടതി നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ ജസ്റ്റിസ് എ.എസ്. ആനന്ദ്. ഇപ്പോഴത്തെ തീരുമാനപ്രകാരം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പരമാവധി ജലനിരപ്പ് 142 അടിയാണ്. ഇപ്പോഴത്തെ തീരുമാനപ്രകാരം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പരമാവധി ജലനിരപ്പ് 142 അടി. മുല്ലപ്പെരിയാറിനെ കുറിച്ച് വന്ന സിനിമയാണ് ഡാം 999 എന്നത്. സോഹൻ റോയാണ് ഡാം 999 സിനിമ സംവിധാനം ചെയ്തത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള ചോദ്യങ്ങളായിട്ട് കണ്ടിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ ഡാമാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. പെരിയാർ നദിയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടുള്ളത്. കേരളവും തമിഴ്നാടും തമ്മിലാണ് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നത്. മുല്ലപ്പെരിയാറിലെ ജലം ഉപയോഗിക്കുന്നത് തമിഴ്നാടാണ്. വൈഗ അണക്കെട്ടിലാണ് ആ ജലം സംഭരിച്ചു വയ്ക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. മുല്ലപ്പെരിയാർ ലീസ് എഗ്രിമെൻ്റ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ച് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ കറണ്ടായിട്ട് ഈ വിഷയം നടന്നുകൊണ്ടിരിക്കുകയുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.